ഹലോ, വെൽക്കം ടു ലൈഫ് വിത്ത് ആദി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു. നാട്ടിൽ വന്ന് മഴയൊക്കെ കണ്ടിരിക്കുന്നു. മഴ ആക്ച്വലി ഞാൻ ഇന്നലെ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വീടെത്തുന്ന വരെ ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ചെറുതായി ഒരു ചൂടൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മഴക്കാലമാണെങ്കിലും ചൂടാണ്. ഐ മീൻ വലിയ ചൂടല്ല, പക്ഷെ എന്നാലും ചെറിയൊരു ചൂടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു ഇന്നലെ വന്നപ്പോൾ, ഒരു ചെറിയ ചൂടൊക്കെ ഉള്ള പോലെ. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു. ഇപ്പോഴും പുറത്ത് മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസത്തേക്ക് നല്ല മഴയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവും അറിയില്ല. എന്തായാലും എല്ലാവരും സേഫായിരിക്കട്ടെ. മഴയൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ള മഴയൊക്കെ ആയി മാറട്ടെ അല്ലേ. പിന്നെന്താണ് വിശേഷങ്ങൾ? നാട്ടിൽ വന്നിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്ത്, ഞാൻ വരുന്നതിന് മുമ്പ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു ബിസി ഡേയ്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്കായിരുന്നു. പിന്നെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്ന കാരണം നല്ല ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ വന്ന് നന്നായി ഒന്ന് റിലാക്സ് ചെയ്ത്, എന്താ പറയുക, ഒന്ന് നന്നായി കിടന്ന് ഉറങ്ങി. പിന്നെ ഇന്ന് എഴുന്നേറ്റപ്പോഴേക്കും എനിക്ക് കുറച്ച് നല്ലോണം വർക്ക് വന്നു. അപ്പോൾ ഇന്ന് ഫുൾ ആ വർക്ക് ഇരുന്ന് ചെയ്ത് ഇപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് എനിക്ക് 2 ദിവസത്തേക്ക് അധികം വലിയ വർക്കൊന്നും ഇല്ല. അപ്പോൾ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണം. എന്താ പറയുക, ചെറിയൊരു കോൾഡ് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. മഴ ഒക്കെ നന്നായി ആസ്വദിച്ച കാരണമെന്ന് തോന്നുന്നു. ഇന്ന് കുറച്ച് മഴയൊക്കെ കൊണ്ടായിരുന്നു. അത് കാരണമാണോ എന്ന് അറിയില്ല. നല്ല പട്ടിക്കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയൊരു കോലമൊന്നും അല്ല അല്ലേ. നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ മാറി തുടങ്ങും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ വലിയ കാര്യക്കാരൊന്നുമില്ല. എന്നാലും ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതൊരു ഇൻട്രോ വീഡിയോ പോലെ ഇടുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പും ഒരു വട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് എന്താ പറയുക, മോട്ടിവേഷണൽ വീഡിയോസ്, അതുപോലെ കുറച്ചൊരു കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പേരായിരിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് അറിയാമത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതൊന്ന് പെട്ടെന്നൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നുള്ള ആ ഒരു ഇതിലേക്ക് മാറിയപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ ഒരുപാടുണ്ടാവും. പക്ഷേ എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ കൗൺസിലിംഗ് വീഡിയോസോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി നിങ്ങൾ ചാനൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അത് ഒരു വിഷയമല്ല, വ്യൂസിൻ്റെ കാര്യം പറയാൻ വന്നതല്ല ഞാൻ. അപ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ പഴയ വാട്സപ്പ് നമ്പറിൽ, ഞാനത് നമ്പർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും മെസ്സേജ് വരുന്ന കാര്യമാണ്, ചാനൽ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഴയ മോട്ടിവേഷണൽ വീഡിയോസ്, അതുപോലെ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനത് മാറ്റിയതാണ്. അത് മാറ്റാനുള്ള കാരണം ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. എനിക്ക് എൻ്റെ വർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രൊഫഷൻ എന്നുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം നമുക്ക് വെക്കണം. അപ്പോൾ ഇത് എൻ്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തൊരു ചെയ്തൊരു കോഴ്സൊക്കെയാണ്. അപ്പോൾ അതിനെ റിലേറ്റഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്, അപ്പോയിൻമെൻറ്റ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളൊക്കെ, നെഗറ്റീവ്സ് ഞാൻ പറയില്ല കേട്ടോ, ആ ഒരു വിഷമങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിന് എനിക്കൊന്ന് പുറത്തേക്ക് കളയാനുള്ള സമയം എനിക്ക് കിട്ടാതായി തുടങ്ങി. അപ്പോൾ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റാതായി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. ഇതും എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാൻ ശ്രമിക്കണം. ഓക്കെ, എനിക്ക് ഇത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. കാരണം മറ്റേത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തരണം. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ എന്നെ ഒന്ന് ഫ്രഷ് ആക്കാനുള്ള സമയവും എനിക്ക് കിട്ടുന്നില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുക്കുമ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അതിനെ എനിക്ക് ഫ്രീ ആക്കി വിടാൻ, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം എനിക്ക് കിട്ടാതായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ബ്രേക്ക് എടുത്തിട്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. കാരണം എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് വരുമ്പോൾ, ഐ മീൻ മെസ്സേജസ് വരുമ്പോൾ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 19.3K അല്ലെങ്കിൽ അത്രയും ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക്, സബ്സ്ക്രൈബേഴ്സ് എൻ്റെ യൂട്യൂബിൽ ചാനലിൽ കിടക്കുന്നത്. അത് കംപ്ലീറ്റ്ലി എന്ന് പറയാൻ വേണമെങ്കിൽ അത് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരാണ്. അവർക്കൊക്കെ എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പലർക്കും ഞാനൊന്നും പോലും അറിയണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നവരൊക്കെ ചാനൽ എവിടെയെന്ന് വെച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ചാനൽ ഇവിടെ തന്നെയുണ്ട്, ചാനൽ ഇത് തന്നെയാണ്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് വരുമ്പോഴും നമുക്കറിയാം, അതിൽ ഭയങ്കര കുറവ് വ്യൂസ് വരുമ്പോൾ നമുക്കറിയാം ഇത് ആർക്കും അറിയില്ല നമ്മളാണെന്നുള്ളത്. അതുകൊണ്ടാണ് കാണാത്ത, അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. ഇങ്ങനെ കൗൺസിലിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഞാനിതൊന്നും കൂടി പറയാം. കാരണം ഈ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ മെസ്സേജ് അയക്കുന്നവർ ഇതൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഇടാം. പക്ഷെ അതിനൊരു 100% കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ്ലി അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോയിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട വെച്ചിട്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ ഞാൻ വന്നതാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാനിനി എൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. തെമു എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. അത് ഭയങ്കര ചീപ്പായിട്ടൊക്കെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ആപ്പാണ് കേട്ടോ. ഭയങ്കര ചീപ്പ് എന്നല്ല, എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ചീപ്പാണ്. അപ്പോൾ നോക്കി വാങ്ങിയില്ലെങ്കിൽ പണി കിട്ടുകയും ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ എനിക്ക് പണി കിട്ടാറുമുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് പൈസ കുറവൊക്കെ, വില കുറവൊക്കെയുള്ള കുട്ടി സാധനങ്ങളൊക്കെ ഞാനതൊന്ന് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഓർഡർ ചെയ്തത് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ട് വാ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡർ, ആ ഒരു പാക്കേജാണിത്. തെമു എന്ന് പറഞ്ഞ ആപ്പിൽ വന്നതാണ്. ഇത് ഇന്ത്യയിൽ ആപ്പ് ഉണ്ടോയെന്ന് എനിക്ക് അത്ര അറിയില്ല. പക്ഷേ നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, തെമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തോളം എടുക്കും ഇതൊന്ന് ഡെലിവർ ആവാനായിട്ട്. പക്ഷേ സാധനങ്ങൾ ഭയങ്കര ചീപ്പായിരിക്കും, കമ്പാരിറ്റീവ്ലി ചീപ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ചീപ്പായിരിക്കും. ഞാൻ ഇതിൽ നിന്ന് ഒരു 2-3 തവണയൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാറില്ല. വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് ഓർഡർ ചെയ്യാറ് കേട്ടോ. ഇതുപോലത്തെ ഐറ്റംസ് ഇതിനൊക്കെ ഭയങ്കര വില കുറവാണ്. വില 4 റംസ് 3 റംസിൻ്റെയൊക്കെ സാധനമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ എന്താ ഐറ്റം എന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം ഒരു മാസം എടുത്തിട്ടാണ് ഡെലിവർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ മറന്നുപോയി. ഇതിനകത്ത് വെള്ളം നിറച്ച് നമ്മൾ ഐസാക്കി വെച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ മസാജ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. കണ്ടോ, ഇതുപോലെയൊക്കെ മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് കണ്ണിൻ്റെ മുകളിലും മുഖത്തുമൊക്കെ മസാജ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന പിക്ചറിൽ ഇതുപോലെ വരും. ഇതിനകത്ത് മുഴുവൻ വെള്ളം നിറയ്ക്കാനുള്ള ഒരു ഇതുണ്ട്. അത് വെള്ളം നിറച്ച് ഐസാക്കി വയ്ക്കുക, ഇതുപോലെ നമ്മൾ എടുക്കുക, മസാജ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇതെനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ മൈഗ്രെയിനും തലവേദനയൊക്കെ വരുന്ന സമയത്ത് കണ്ണിന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല സുഖമല്ലേ. ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയ സാധനം. രണ്ടാമത് വാങ്ങിയ സാധനം ഈ ഒരു ലൈറ്റാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. ഭയങ്കര വിലയൊന്നുമില്ല. ഇതിൻ്റെ ഒരു 6 സെറ്റ് ഓഫ് ലൈറ്റ്സ് ആണ് ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, 6 സെറ്റ് ഓഫ് ലൈറ്റ്സിനകത്തുണ്ട്. ഇത് നമുക്ക് കിച്ചൻ്റെയൊക്കെ കബോർഡ്സിൻ്റെ മേലെ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 2 ബാറ്ററി വെച്ചിട്ടാണ് കേട്ടോ ഈ ലൈറ്റിനകത്ത് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ തന്നെ വാം ലൈറ്റും ഉണ്ട്, ബ്രൈറ്റ് ലൈറ്റും ഉണ്ട്. ഞാൻ ബ്രൈറ്റ് ലൈറ്റാണ് എടുത്തത്. എനിക്ക് വാം ലൈറ്റാണ് വേണ്ടിയിരുന്നത്, പക്ഷേ ബ്രൈറ്റ് ലൈറ്റാണ് എടുത്തത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ കിച്ചൺ കബോർഡ്സിൻ്റെയൊക്കെ മേലെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്രയൊന്നും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എന്നെ വിചാരിച്ചില്ല, പക്ഷേ നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു റിമോട്ടൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഈ ഇങ്ങനെ ഒരു റിമോട്ടൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം. ഈ റിമോട്ടിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. ആ ലൈറ്റുമ്പോൾ തന്നെയും നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ് ചെയ്യാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കുട്ടി സാധനം ഞാൻ ഓർഡർ ചെയ്തു. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തന്നെയാണ്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഒരെണ്ണം നാശമായതുകൊണ്ട് തന്നെ നമ്മുടെ പേസ്റ്റ് വരുന്ന ആ ഒരു പേസ്റ്റ് ഡിസ്പെൻസർ ഇത് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തായിരുന്നു. ഒരു വാഷ്റൂമിൽ ഋതു ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ പണി തീർത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഇതും ഒരു 3-4 ദിറംസൊക്കെ ഉള്ളൂ കേട്ടോ. ആ ലൈറ്റിന് ഒരു 26 ദിറംസ് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ എന്താണ് ഓർഡർ ചെയ്തത്, ഇതൊക്കെ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ, സമയം എടുക്കും ഈ തെമു എന്ന് പറഞ്ഞ ആപ്പിൽ. അത് മാത്രമേ ഇവരുടെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് കണ്ടുള്ളൂ. ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഡെലിവറി വരാനെടുക്കും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് നമ്മൾ തന്നെ മറന്നു. ശരി, ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഇതൊരു ടേബിൾ ലാമ്പ് പോലെ, ഇതൊരു സെൻസർ പോലെ തന്നെ അതിൻ്റെ സ്വിച്ച് വരുന്നത്. അതിലും ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വാം ആൻഡ് ബ്രൈറ്റ് ലൈറ്റൊക്കെ നമുക്ക് ആക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇത് ഇത്ര നല്ല സാധനമാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിങ്ങനെ മടക്കി ഓടിച്ച് നമുക്ക് വെക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ അടുത്തൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ കിച്ചണിലേക്കുള്ള ഈ ഡിഷ് വാഷിൻ്റെ സ്ക്രബ്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇങ്ങനെ ടാപ്പിൽ ചുമ്മാ തൂക്കിയിടാൻ. ഞാൻ പറഞ്ഞില്ലേ, വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുപോലത്തെ കുട്ടി സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതുപോലത്തെ സാധനങ്ങൾ തന്നെ ഞാൻ തെമ്മുന്ന് ഓർഡർ ചെയ്യാറുള്ളൂ. എനിക്ക് പേടിയാണ് ഇത്തിരി വില കൂടിയ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ. പിന്നെ കുഞ്ഞി കമ്മലുകൾ, മലകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. ഇതിനൊക്കെ 1 ദിറം 2 ദിറംസൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഹെയർ ബൺസ്, ഹെയർ ക്ലിപ്സൊക്കെ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇത് ഡബിൾ ചിന്നൊക്കെ പോകാൻ നല്ലതെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ തടിച്ച് കൊഴുത്ത് വരുന്നത് കൊണ്ട് ഡബിൾ ചിൻ നല്ല പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുഡ് കഴിക്കൽ കുറച്ചിട്ട് പോലുണ്ടാവില്ല എന്നുള്ളൊരു ധാരണ എനിക്കുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത് നല്ല സാധനമാണെന്നൊക്കെ. ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇട്ട് ഇതാക്കണമെന്ന് ഇനി അവളെ കാണുമ്പോൾ ചോദിച്ച് നോക്കണം. ഇത് പക്ഷേ ഡബിൾ ചിൻ പോകാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്തിരി നല്ലതായിട്ട് തോന്നി. പക്ഷേ ഞാൻ കണ്ടിന്യൂസ്ലി ഒന്നും യൂസ് ചെയ്യണില്ല, സമയമില്ലാത്ത കാരണം തന്നെ. പക്ഷേ വലിയ കുഴപ്പമില്ല. ഇതും ഈ പറഞ്ഞ പോലെ 4 ദിറംസോ 6 ദിറംസോ അങ്ങനെ എന്തോ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതെന്തിനാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റോൺ പൾസാണ്. ഇത് വീണ് കഴിഞ്ഞാൽ പൊട്ടു കേട്ടോ. കാരണം എൻ്റെ ഇത് വീണ് പൊട്ടി. അപ്പോൾ നേരത്തെ പറയാം. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു പീലർ. ഇതിന് എന്തെന്നാണ് പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല.
പീലർ എന്ന് പറയാൻ പറ്റില്ല, അത് ഈ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇല്ലേ ഇതാ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതാക്കുന്നത്. പക്ഷേ ഇത് വൺ ഫ്ലോപ്പായിരുന്നു, ഇതാരും വാങ്ങിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചപ്പോൾ ഈ പടമൊക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെളുത്തുള്ളിയൊക്കെ നന്നായി പോരുന്നു, പക്ഷേ ഒരു യൂസും ഉണ്ടായിരുന്നില്ല. ഞാൻ യൂസ് ചെയ്യണം തെറ്റിയിട്ടാണോ എന്ന് അറിയില്ല, പക്ഷേ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ദാ ഇങ്ങനെ ഒരു മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല, ഇത് അനൂപ് ഓർഡർ ചെയ്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ അനൂപിന് ഇഷ്ടപ്പെട്ട് അനൂപ് ഓർഡർ ചെയ്തതാണ്. എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ഫ്ലൈറ്റിൻ്റെയൊക്കെ പടം കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ നല്ല ക്വാളിറ്റി ആയിരുന്നു, അതുകൊണ്ട് തന്നെ വില ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ എൻട്രൻസിൽ തന്നെ പുറത്തൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് മാറ്റാട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മാറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ അറൈവൽ ഡിപ്പാർച്ചർ എന്നൊക്കെ എഴുതിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പക്കയായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാനിന്ന് വാങ്ങിയ സാധനങ്ങളും ഇപ്പോൾ അനൂപിൻ്റെ സാധനങ്ങൾ വന്നപ്പോഴും അതായാലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ളതായിരുന്നു. ഇപ്രാവശ്യത്തെ എൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് വലിയ ഫ്ലോപ്പായി പോയില്ല. പിന്നെ വലിയ വിലയുള്ള സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, പക്ഷേ അനൂപിൻ്റെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. തെമ്മുവിൽ എപ്പോഴും നമുക്ക് ആമസോണിലെ പോലെ തന്നെ റീഫണ്ട് ചെയ്യാനും എല്ലാം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പേടിയൊന്നും പേടിക്കേണ്ട. എന്നാലും എനിക്കിതൊരു പുതിയ ആപ്പ് ആയതുകൊണ്ട് ഞാൻ അധികം തവണ ഓർഡർ ചെയ്തിട്ടില്ല, 2-3 പ്രാവശ്യമൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓർഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ തെമു ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്തോ. ചുമ്മാ ലൈക്ക് ചെയ്യാൻ വലിയ കാശലവൊന്നും ഇല്ലല്ലോ, ലൈക്ക് ചെയ്തിട്ട് പോയിക്കോളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.